അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, ഇവിടെ കൂടിയുള്ളത് വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനനായ താജുദ്ദീൻ സുലാഹി, വിസ്ഡം യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ നിഷാ സൽഫി. ഇവിടെ വിസ്ഡം യൂത്ത് ഈ ഒരു വർഷം സംഘടിപ്പിച്ച ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ വാർഷിക പൊതുപരീക്ഷയുടെ ഫൈനൽ റിസൾട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ 2 ഘട്ടങ്ങളിലായി സംഘടിപ്പിച്ച ഫൈനൽ പരീക്ഷയുടെ ഫലപ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് ആളുകൾ പരീക്ഷ എഴുതി. അതിൽ നിന്ന് ആദ്യത്തെ 3 സ്ഥാനക്കാരെ ഇവിടെ പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷങ്ങളിലാണ് നമ്മളുള്ളത്. ബഹുമാനായ നിഷാ സൽഫിയെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ വാർഷിക പരീക്ഷയുടെ 2 ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ റിസൾട്ട് നമ്മളിവിടെ റാങ്ക് ജേതാക്കളെ നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നൂറുകണക്കിന് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഖുർആൻ പഠന സംവിധാനമാണ്. പക്ഷേ ഇത് കേൾക്കുന്ന ധാരാളം ആളുകൾക്ക് ഈ സംവിധാനത്തെ നല്ല പരിചയം ഉണ്ടാവും. ഒരുപാട് ആളുകൾ പഠിതാക്കളായിരിക്കും. കേരളത്തിൽ പൊതുജനങ്ങൾക്ക് ഖുർആൻ പഠിക്കാനുള്ള ഒരു സംവിധാനം ഒരുപക്ഷെ NV അബ്ദുസ്സലാം മൗലവിയുടെ കാലം മുതൽ തുടങ്ങി അതെ അതിങ്ങനെ വികസിച്ച് ഡെവലപ്പായി അതിൻ്റെ ഇപ്പോൾ കാണുന്ന ഒരു നല്ല മികച്ച രൂപമാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. പൊതുസമൂഹം ഒരുമിച്ച് സെൻറ്ററുകളിൽ വന്നിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്ന ഇത്രയധികം ആളുകൾ അങ്ങനെ ഇരുന്ന് പരീക്ഷ എഴുതുന്ന ഒരു സംവിധാനം ഒരുപക്ഷെ അത്തരമൊരു മാതൃക വളരെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇവിടെ ഓരോ വർഷവും നമ്മൾ ഓരോ സിലബസ് നിശ്ചയിക്കും, ഖുർആനിൽ നിന്നുള്ളൊരു ഭാഗം നിശ്ചയിക്കും. ആ ഭാഗം ഒരു വർഷത്തിൽ അതിൻ്റെ ഒരു പരീക്ഷ നടക്കും. അപ്പോൾ ആളുകൾ ആ ഭാഗം ക്ലാസ്സിൽ വന്നിരുന്ന് പഠിച്ച് വാർഷിക പരീക്ഷയ്ക്ക് ഓൺലൈൻ പരീക്ഷയാണ് ഈ ഒരു സമയത്ത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്നത്. നേരത്തെ ഓഫ്ലൈനായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം ഇൻ്റർനെറ്റ് സംവിധാനങ്ങളിലേക്ക് മാറിയതോടുകൂടി കാലോചിതമായി നമ്മളും അതിനനുസരിച്ച് മാറാൻ അൽഹംദുലില്ലാഹ് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ആളുകൾ സ്വന്തമായി ഈ സിലബസ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണ ഗ്രന്ഥത്തെ ആസ്പദമാക്കി പഠിച്ച് നമ്മൾ നൽകുന്ന കൈപ്പുസ്തകത്തെ കൂടി ആശ്രയിച്ച് പഠനം നടത്തി പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് 1ാം ഘട്ടം പൂർത്തിയായി. അതിൽ നിന്ന് 90% മാർക്ക് വാങ്ങിയ ആളുകൾക്ക് വേണ്ടിയാണ് അതിൻ്റെ 2ാം ഘട്ടം ഫൈനൽ പരീക്ഷ നടത്തിയത്. അത് സെൻറ്ററുകളിൽ നിർണയിക്കപ്പെട്ട ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിശ്ചയിക്കപ്പെട്ട സെൻറ്ററുകളിൽ ആ പരീക്ഷ നടന്നു. അതിൽ നിന്ന് 3 റാങ്ക് ജേതാക്കളെ ഇന്ന് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അതിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു. ബഹുമാന്യനായ താജുദ്ദീൻ സുലാഹി അത് നിർവഹിക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പഠിച്ച് പരീക്ഷ എഴുതിയ ആളുകളൊക്കെ ഓരോ ദിവസവും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പേജുകളിലൊക്കെ നിരന്തരം പരിശോധിച്ച് നമ്മളോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു നിമിഷത്തിൽ നമ്മളിവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു വാചകം ഞാനിവിടെ വളരെ കൃത്യമായി പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. അത് മറ്റൊന്നുമല്ല, പരീക്ഷ മാർക്ക്, ശതമാനം, റാങ്ക് എന്നൊക്കെ പറയുന്നത് ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, ചെറിയ മാർക്കിനൊക്കെ ഇത് നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർ നിരാശരാകേണ്ടതില്ല. നമ്മൾ മാർക്കിനും റാങ്കിനും വേണ്ടി അല്ല സത്യത്തിൽ പഠിക്കുന്നത്. ഖുറാനിലെ 10 ആയത്ത് പഠിച്ചാൽ ഞങ്ങളത് പകർത്തിയിട്ടേ ബാക്കി പഠിച്ചിരുന്നുള്ളൂ എന്ന് സ്വഹാബത്ത് പറഞ്ഞൊരു വലിയ സംഭവമുണ്ട്. 12 വർഷത്തെ തുടർച്ചയായ പരിശ്രമം കൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പഠിച്ചതെന്നാണ്. അപ്പോൾ അവിടെ നമുക്കൊരു അനിവാര്യത സൃഷ്ടിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവണം എന്നീ ഘട്ടത്തിൽ പറയാണ്. പിന്നെ ഖുർആൻ ആശയം അർത്ഥം പഠിക്കൽ, അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കൽ ഒരു ഫർളായ കാര്യമാണ്. നമുക്ക് വ്യക്തിഗതമായ ബാധ്യതയാണ്, അതിനുള്ള അവസരമാണ്. ഏതായാലും അതിൽ മികച്ച രീതിയിൽ മുന്നോട്ട് വന്ന ആളുകൾ അവരെയാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്. ഇതിൽ 1ാം റാങ്ക് നേടുന്ന വ്യക്തിക്ക് 25,000 രൂപയാണ്, 2ാം റാങ്ക് നേടുന്ന വ്യക്തിക്ക് 15,000 രൂപയാണ്, 3ാം റാങ്ക് നേടുന്ന വ്യക്തിക്ക് 10,000 രൂപയാണ്. ആ സംഖ്യയുടെ വലുപ്പത്തെക്കാളും ആ ഒരു വലിയ മൂമെൻറ്റിനെയാണ്, ആ ഒരു വലിയ സംഭവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. 1ാം റാങ്ക് നേടിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു സുഹൃത്താണ്. അതെ,
സാധാരണ സ്ത്രീകൾ അടിച്ചുകൊണ്ടാണ് സ്ത്രീകളാണ് എല്ലാ മേഖലയിലും റാങ്ക് രംഗത്തിലേക്ക് പുരുഷന്മാരെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് 1-ാം റാങ്ക് നേടിയിട്ടുള്ളത് അബ്ദുസ്സലാം എറണാകുളമാണ്. എന്തായാലും സ്ത്രീകൾ സ്ഥിരം നേടുന്ന ഒരു ഇടത്തിൽ അദ്ദേഹം വന്നതിലുള്ളൊരു സന്തോഷം നമ്മൾ രേഖപ്പെടുത്തണം. കാരണം പുരുഷന്മാർ പൊതുവെ മടിയന്മാരാണെന്നാണ് നമ്മളൊരു നിരീക്ഷണം. പൊതുവെയാണ് പറയുന്നത്. നന്നായി പഠിക്കുന്നവരുണ്ട്. 2 റൗല ഖാലിദ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള റൗല ഖാലിദാണ് 2-ാം റാങ്ക് നേടിയിട്ടുള്ളത്. 3-ാം റാങ്ക് നേടിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഡോക്ടർ ആസിയ, മണ്ണാർക്കാട് അരിയൂർ സ്വദേശിനിയാണ് അവർ. ഇവർ പൊതുവേ ഡോക്ടർ ആസിയ അവരൊക്കെ റാങ്കിൽ മാറി മറിഞ്ഞു വരുന്ന ഒരാളാണ്. കഴിഞ്ഞ 2 ടേമിൽ ഉണ്ടായിട്ടില്ല തോന്നുന്നുണ്ട്. എന്തായാലും റൗല ഖാലിദ് നമ്മുടെ പീസ് റേഡിയോ നടത്തുന്ന വ്യത്യസ്ത കോഴ്സുകളിൽ പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഈ 3 ആളുകൾക്കും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. പഠിക്കാൻ സന്നദ്ധരായി കടന്നു വരുന്ന ബാക്കിയുള്ള ആളുകൾക്ക് പ്രേരണയാകട്ടെ എന്നുകൂടി ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.